നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കനത്ത ചൂടിന് ആശ്വാസമായി കേരളത്തിൽ ആശ്വാസ മഴ തുടരും. ഏതായാലും കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ കനത്ത ചൂട് അനുഭവപ്പെട്ടിരുന്നു. അതിന് അല്പമെങ്കിലും ആശ്വാസമായിട്ടാണ് ഇപ്പോൾ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് എത്തുന്നത്. ഫെബ്രുവരി 26 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാലാണ് നിലവിൽ കേരളത്തിൽ മഴ ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വ്യാപകമായി മഴ പെയ്തിരുന്നു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് മഴ കൂടുതൽ സജീവമായത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലെ മലയോര മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ശക്തമായ മഴ ലഭിച്ചു. ചൂടിന് ആശ്വാസമായി ഇന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ഓരോ മണിക്കൂറിലും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്കാണ് സാധ്യത. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതാണ് ഇപ്പോഴുള്ള ഈ ഒരു മഴയ്ക്ക് കാരണമെന്ന് പറയുന്നത്. ഇത് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ആദ്യം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കാനും തുടർന്ന് ക്രമേണ വടക്ക് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ നീങ്ങാനും സാധ്യതയുണ്ട്. കേരളത്തിൽ ഫെബ്രുവരി 26 വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. കർണാടകയിലും സ്ഥിതി ഇത് തന്നെയാണ്. വേനൽ മഴ തന്നെയാണ് അവിടെ അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നത്. ബംഗളൂരു ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് നിലവിൽ സംസ്ഥാനത്ത് മഴയ്ക്ക് കാരണമാകുന്നത്. ഇത് തീരദേശ മേഖലകളിലും ഉൾനാടുകളിലും മഴ പെയ്യിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദക്ഷിണ കന്നഡ ജില്ലയുടെ വിവിധ മേഖലകളിലും കനത്ത മഴ പെയ്തിരുന്നു. ബംഗളൂരിൽ മേഘാവൃതമായ അന്തരീക്ഷം തുടരുകയാണ്. രാത്രിയോടെ നഗരത്തിൽ ശക്തമായ മഴ എത്തിയേക്കും. ഈ കാലാവസ്ഥ അടുത്ത 3 ദിവസത്തേക്ക് തുടരാനാണ് സാധ്യത. ദക്ഷിണ കന്നഡ, ഉടുപ്പി എന്നീ മേഖലകളിലാണ് കനത്ത മഴ പ്രവചിക്കുന്നത്. അതേസമയം ഉത്തര കന്നഡയിൽ വരണ്ട കാലാവസ്ഥ തുടർന്നേക്കും. ബംഗളൂരു, അർബൻ, റൂറൽ, ചാമരാജനഗരു, ചിക്കമംഗളൂരു, ഹാസൻ, കുടക്, രാമനഗർ, മാണ്ഡ്യ, കോലാർ, മൈസൂർ എന്നീ ജില്ലകളിലും അടുത്ത 2 ദിവസം നേരിയ മഴയ്ക്കാണ് സാധ്യത. മഴയോടൊപ്പം താപനില ഉയരുമെന്നും മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു. നഗരത്തിൽ കനത്ത ചൂടാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഇത് ഇനിയും ഉയരുമെന്നാണ് പ്രവചനം. ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇടിമിന്നലുള്ള സമയത്ത് കൃത്യമായി തന്നെ നമ്മുടെ നാട്ടിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അത് കൃത്യമായി തന്നെ ജനങ്ങൾ പാലിക്കേണ്ടതാണ്. ഇടിമിന്നലുള്ള സമയത്ത് മരങ്ങൾക്കിടയിൽ നിൽക്കുന്നതും ഒഴിവാക്കണം. ഇടിമിന്നൽ സമയത്ത് വീടിനുള്ളിൽ തന്നെ തുടരണമെന്നും വൈദ്യുതി ഉപകരണങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറ് കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ഏതായാലും ഈ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ്. ഇപ്പോൾ മഴ നിർദ്ദേശം നൽകുന്നതിനോടൊപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും കാറ്റും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മുൻകരുതലുകൾ തമാശയായിട്ട് തള്ളിക്കളയരുത്, സ്വീകരിക്കണം. മണിക്കൂറിൽ
30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പലയിടങ്ങളിലും താപനില 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ രേഖപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് മഴയുടെ വരവ് ആശ്വാസകരമാകുന്നത്. മഴ കർഷകർക്ക്, പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് തുടങ്ങിയ മലയോര പ്രദേശങ്ങളിലെ കർഷകർക്ക് ഇത് ഗുണം ചെയ്യും. ഇത് കാപ്പി, ഏലം, കുരുമുളക്, റബ്ബർ, നെല്ല് തുടങ്ങിയ വിളകൾക്കും സഹായകമാകും. ഫെബ്രുവരി 24 രാവിലെ വരെ ബംഗളൂരു നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്ന് കാലാവസ്ഥാ പ്രവചനമുണ്ട്. ചില സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. രാവിലെ മൂടൽമഞ്ഞ് പ്രത്യക്ഷപ്പെടാം. പരമാവധി താപനില 31 ഡിഗ്രിയും കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസും ആകാനുള്ള സാധ്യതയുണ്ട്.